ആന്റണി രാജു പുറത്തേക്ക് വരികയാണ്. അതിനിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ കോടതി പരിസരത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോടതിക്ക് മുന്നിൽ നടന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കേസിന്റെ നേതൃത്വത്തിൽ ആന്റണി രാജു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ വഴിയിൽ തടയുന്ന സാഹചര്യമുണ്ടായി. പല തവണ വാഹനത്തെ തടഞ്ഞു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റിരിക്കുകയാണ്. നിങ്ങളത് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ന്യായീകരിക്കരുത്. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധത്തിന് ശേഷം ഈ ലാത്തി ചാർജിനൊടുവിൽ നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവരിപ്പോൾ പറയുന്നത്, അതായത് കോടതി ഇടപെട്ട് കോടതി ശിക്ഷ വിധിച്ച ഒരു പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ പ്രതിഷേധം ഉയരുന്നത് സാധാരണയാണ്. അവിടെ ഒരു ജനപ്രതിനിധി എന്നോ സാധാരണക്കാരനോ ഇല്ല. കേസിലെ പ്രതിയാണ്. 3 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയാണ് ആന്റണി രാജു. അങ്ങനെ ഒരു പ്രതി പുറത്തേക്ക് വരുമ്പോൾ നാട്ടുകാരുടെയും പാർട്ടികളുടെയും ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ഉയരുന്നത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ ആ ഒരു പ്രതിഷേധത്തെയാണ് പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ രീതിയിൽ പോലീസ് ലാത്തി ചാർജിൽ പരിക്കുമേറ്റിട്ടുണ്ട്.